പൊയ്യാറമഠത്തിലേക്ക് ആളുകൾ വരുന്നതും എന്നെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഒരുപാട് ടൈം കോണ്ടാക്ട് ചെയ്യുക, എന്നിട്ടൊക്കെയാണ് എന്നെ ആൾക്കാർക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടും പൊയ്യാറമഠത്തിലേക്ക് ആൾക്കാർ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് കൃത്യമായിട്ടുള്ളൊരു ആശ്വാസം ലഭിക്കുന്നതുകൊണ്ടാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുക, സാമ്പത്തിക തകർച്ച ഉണ്ടാവുക, എല്ലാം കൊണ്ടും ഒരു തളർച്ച അനുഭവപ്പെടുക, ലവ് മാറ്ററൊക്കെ വന്നിട്ട് സൂയിസൈഡ് ചെയ്യാവുന്ന സാഹചര്യത്തിലേക്ക് നിൽക്കുക, നമ്മളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള കലഹങ്ങൾ ഉണ്ടായിട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയ്ക്കും അനുഭവിച്ച ആൾക്കാർക്ക് പുയാറ ശ്രീ വിഷ്ണുമായ മഠത്തില് വന്ന് പ്രാർത്ഥിക്കുകയും എന്നോട് സംസാരിക്കുകയും എന്നോട് റെഗുലറായിട്ട് ഞാൻ അവരുടെയൊക്കെ നമ്പർ സേവ് ചെയ്തിട്ട് പലപ്പോഴും, എപ്പോഴും അല്ല നമുക്ക് സംസാരിക്കാൻ പറ്റുക, പക്ഷെ അവരെ നമ്മൾ ഇപ്പോഴും ആ ബന്ധങ്ങൾ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ മാനസിക തലത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അവർക്ക് ഇപ്പോഴും നമ്മൾ റെഗുലറായിട്ട് പൂജകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തു കൊടുക്കുന്ന എത്ര സ്ഥലങ്ങളുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇവിടെ വരുന്ന ഓരോ വ്യക്തിയുടെ അടുത്തും അവരുടെ കമ്മിറ്റ്മെന്റും അവരുടെ ആത്മാർത്ഥതയും എന്നോട് എത്രത്തോളം കാണിക്കുന്നു എന്നതിനനുസരിച്ചാണല്ലോ നമുക്ക് തിരിച്ചും ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സാമ്പത്തികം എല്ലാ കാര്യത്തിനും വേണം. പൂജ ചെയ്യണം, പൂജയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തയ്യാറാക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 1 രൂപ പോലും ചെലവില്ലാതെ ചെയ്യാനുള്ള മായാജാലമൊന്നും അങ്ങനെയുള്ള ഒരു മാന്ത്രിക സിദ്ധിയും ആർക്കും കിട്ടിയിട്ടൊന്നുമില്ല. അപ്പൊ പക്ഷേ മാനസികപരമായിട്ട് നമ്മളെ ധൈര്യമുള്ള ആളാക്കുക, ജീവിതത്തിൽ എത്ര പരാജയം ഉണ്ടായാലും ഇനിയും നേടാൻ പറ്റുമെന്ന് പറയുന്ന, അത് കൃത്യമായിട്ട് വെറുതെ ഒരു മോട്ടിവേഷൻ ആയിട്ടുള്ള അവന്റെ ജീവിതമായിട്ട് അനലൈസ് ചെയ്തിട്ട് അവിടെ എവിടെയാണ് മിസ്റ്റേക്ക് വന്നത്, ആ മിസ്റ്റേക്കിനെ എങ്ങനെയാണ് നിങ്ങൾ നേരിടേണ്ടത്, എവിടെ വെച്ചാണ് നിങ്ങളുടെ ധൈര്യം ചോർന്നു പോയത്, ഏതാണ് നിങ്ങളുടെ ക്വാളിറ്റി എന്നൊക്കെ അവരെ വീണ്ടും ഓർമ്മപ്പെടുത്തുമ്പോൾ ഒരു സ്വാഭാവികമായിട്ടൊരു ഫയർ മോഡിലേക്ക് അവർ വരും. അത്രയും ഫയർ മോഡിലേക്ക് ഒരു വ്യക്തിയെ തിരിച്ചെത്തിക്കുമ്പോൾ അവർ സിമ്പിളായി കയറിപ്പോവും, അവർ സിമ്പിളായിട്ട് സക്സസ് ആവും. അത് തന്നെയാണ് ഓരോ പൂജകളിലൂടെയും ഓരോ ഹോമങ്ങളിലൂടെയും ഓരോ ഗുരുതി പൂജകളിലൂടെയും. അത് മാനസികപരമായിട്ടുള്ള ശക്തി കൂട്ടാനുള്ള മാർഗങ്ങളാ. ഹോമം ചെയ്യുമ്പോൾ സ്പിരിച്വൽ ഓറയെ ക്ലൻസ് ചെയ്യുന്നു, അവരുടെ ചക്രാസിനെ ക്ലൻസ് ചെയ്യുന്നു. അവിടെ ദുരിതങ്ങൾ ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് എനർജി റിമൂവ് ചെയ്തിട്ട് പോസിറ്റീവ് എനർജി അവരിലേക്ക് നിറയ്ക്കണമെങ്കിൽ ഒരു പ്രോസസ്സ് എടുക്കണം. അപ്പൊ ആ പ്രോസസ്സ് എടുത്തു കഴിഞ്ഞാൽ ഗുരുതി പൂജകൾ എന്ന് പറയുന്ന ശക്തി കൂട്ടാൻ, ബ്ലഡിന് സമാനമായിട്ടുള്ള ചുവന്ന നിറത്തിലുള്ളത് നമ്മുടെ ബ്ലഡിനെ ഓട്ടോമാറ്റിക് എന്താണ് പമ്പിങ് കൂട്ടും. അപ്പൊ ധൈര്യം കൂടും, ആത്മവിശ്വാസം വരും, പ്രവർത്തിക്കും. ഇതെല്ലാം ചെയ്യേണ്ടത് എങ്ങനെയാണ്, എങ്ങനെ നേടിയെടുക്കാൻ പറ്റും, എങ്ങനെയാണ് ഇതുമായി മുന്നോട്ട് പോകേണ്ടതെന്നൊക്കെയും കൃത്യമായിട്ട് പറഞ്ഞു മനസ്സിലാക്കാറുണ്ട്. അത് ചെയ്ത് അവരെ അനുഭവയോഗ്യമാക്കാറുണ്ട്. പിന്നെ എന്തു പ്രോസസ്സും കൃത്യമായിട്ട് വെൽ പ്ലാൻഡ് ആയിട്ട് റെഗുലർ ആയിട്ട് നമ്മൾ ദൈവത്തിനെ കോൺസെപ്റ്റിൽ വെച്ചാലും ഏത് ശക്തിയെയും വിശ്വസിച്ചുകൊണ്ട്, ഇനി ഒരു ശക്തിയില്ല പക്ഷെ റെഗുലർ ആയിട്ട് ആ പ്രോസസ്സാണ് ചെയ്യുന്നതെങ്കിൽ അത് തീവ്രമായിട്ട് ആഗ്രഹം, ആ വൈബ്രേഷൻ, ആ എനർജി ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു ആക്ഷൻ പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ ഡെഫിനറ്റ് ആയിട്ടും നാച്ചർ അല്ലെങ്കിൽ പ്രകൃതി ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നതാണ് നമ്മളിലേക്ക് അത് എന്തായാലും എത്തുന്നുള്ളത്. അപ്പൊ ഞാൻ ഇവിടെ വരുന്ന ആൾക്കാരോട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് വരെ നമ്മൾ പറഞ്ഞു കൊടുക്കും. വിഷ്ണുമായ സ്വാമിയെ എങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കണം, ഏത് രീതിയിൽ നിങ്ങൾ സ്വാമിയെ സ്വീകരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അല്ലാതെ നമ്മൾ കുറെ മന്ത്രം എടുത്തു, എല്ലാ ദിവസവും വിളക്ക് വെച്ചു, എന്നിട്ട് അതിലേക്ക് നാണയം 21 പ്രാവശ്യം ഒഴിഞ്ഞിട്ടു, എന്നാലൊന്നും നമുക്ക് ഒരു സക്സസ് കിട്ടില്ല, ഒരു മാറ്റം ഉണ്ടാവില്ല. പക്ഷെ ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. ആ രീതി ഞാൻ അവരോട് കൃത്യമായിട്ട് പറഞ്ഞു മനസ്സിലാക്കാറുണ്ട്. അത് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. നമ്മള് വിഷ്ണുമായ സ്വാമിയാവട്ടെ, ഏതു ദൈവമാവട്ടെ, ഏതു മതത്തിലുള്ള ആളാവട്ടെ, ഏത് തരത്തിലുള്ള വിശ്വാസത്തിലുള്ള ആളാവട്ടെ, അവർ എന്തു കാര്യം നേടിയെടുക്കണമെങ്കിലും അവർ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യത്തെ കണ്ണ് അടച്ചിരുന്ന്, ഇപ്പൊ നമ്മൾക്ക് ദൈവവിശ്വാസമാണെങ്കിൽ ഏത് ദൈവത്തിലെ ശക്തി എന്ന് വെച്ചാൽ ദൈവം നമുക്ക് വേണ്ടതെല്ലാം നൽകാനായിട്ട് വന്ന് നിൽക്കുമ്പോ അത് ഏതുവരാണ് നിങ്ങളോട് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുക? അതിസമ്പന്നനായിട്ട് നല്ല ആയുസ്സും ആരോഗ്യത്തോടെ നല്ല ഭംഗിയോടുകൂടി നിങ്ങളും നിങ്ങളുടെ ഭാര്യയും മക്കളും അച്ഛനും അമ്മയും കൂടി ഏറ്റവും സുന്ദരമായിട്ടുള്ള ഭവനത്തിൽ നിന്ന്, സ്വന്തം ഭവനത്തിൽ നിന്ന് ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള ഒരു കാറിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്ത് നിങ്ങളുടെ
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ അതിമനോഹരമായിട്ടുള്ള വളരെ സമ്പന്നമായിട്ടുള്ള വളരെ റിച്ച് ആയിട്ടുള്ള ഒരു പ്ലേസിൽ